Hi, I am Rojas Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിൻ്റാണ് +2, ഏജ് 17. ഈ സമയത്ത് ഒരു വിദ്യാർത്ഥിയുടെ മുമ്പിലേക്ക് തുറക്കപ്പെടുന്ന ധാരാളം എൻട്രൻസ് പരീക്ഷകൾ, അതിൽ ചിലത് നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്ക് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് മെഡിക്കലും എഞ്ചിനീയറിംഗ് മാത്രമാണ്. എഞ്ചിനീയറിംഗിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു ക്യാമ്പസ് ഉണ്ട്, AIT, ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ജെയുടെ എക്സാമിനേഷൻ വഴിയാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. ഈ AIT ഉൾപ്പെടെയുള്ള മെഡിക്കലിലെയും എഞ്ചിനീയറിംഗിലെയും വിവിധ സാധ്യതകളെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് തന്നെ കാണാം. ക്യാമ്പസുകളെക്കുറിച്ചും വിവിധ യൂണിവേഴ്സിറ്റികളെക്കുറിച്ചുമൊക്കെ. ഇപ്പം നമ്മൾ കാണുന്നത് ഈ മെഡിക്കൽ സെക്ടറും എഞ്ചിനീയറിംഗ് സെക്ടറും വിട്ടിട്ടുള്ള വിവിധ എൻട്രൻസ് പരീക്ഷകളെക്കുറിച്ചും വിവിധ ക്യാമ്പസുകളെക്കുറിച്ചും നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാം. ഇതുപോലുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ എൻട്രൻസ് മേഖലയിൽ, കോഴ്സ് മേഖലയിൽ, കരിയർ മേഖലയിലുള്ള വിവിധ സാധ്യതകളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മനസ്സിലാക്കാൻ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് പരിചയപ്പെടാം വിവിധ എൻട്രൻസ് പരീക്ഷകൾ, വിവിധ ക്യാമ്പസുകൾ. അതിലാദ്യം തന്നെ UC'ഡ് എൻട്രൻസ് എക്സാമിനേഷൻ. ഈ UC'ഡ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു ഡിസൈനിങ് ഫീൽഡിലേക്ക് ബാച്ചിലർ ഓഫ് ഡിസൈനിങ് കോഴ്സിന് ഒരു അഡ്മിഷൻ ലഭിക്കാൻ ഈ കോഴ്സ് റൺ ചെയ്യുന്നത് എവിടേക്കാണ്? IITകളുടെ ക്യാമ്പസിൽ. IIT മുംബൈ, IIT ഗുവാഹട്ടി, IIT കൊക്രാജ്ഹർ, ദെൻ IIIT ഡൽഹി. ഈ ക്യാമ്പസുകളിലൊക്കെ ഒരു ബാച്ചിലർ ഓഫ് ഡിസൈനിങ് കോഴ്സ്, ഡിസൈനിങ് കോഴ്സുകൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ IITകളുടെ ക്യാമ്പസിൽ ഒരു അഡ്മിഷൻ ലഭിക്കാൻ നാം എഴുതേണ്ട എൻട്രൻസ് എക്സാമിനേഷനാണ് UC'ഡ് എൻട്രൻസ് എക്സാമിനേഷൻ. +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാവുന്നതും. ആ എൻട്രൻസ് എക്സാമിനേഷൻ്റെ റിസൾട്ടുകളിലൂടെയാണ് നമ്മൾ ഈ IIITസിലും IITകളിലും ഒക്കെ ഈ ഡിസൈനിങ് കോഴ്സിന് ഒരു അഡ്മിഷൻ ലഭിക്കുന്നത്. ഈ UC'ഡ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ഡിസൈനിങ് കോഴ്സിൻ്റെ അഡ്മിഷൻ. അപ്പോൾ ഒരു ഡിസൈനിങ് കോഴ്സ് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ UC'ഡ് എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യുക, എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുക, IIT പോലുള്ള മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ നേടുക. നെക്സ്റ്റ് ക്യാമ്പസാണ് IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. ഈ ക്യാമ്പസിൽ നമുക്ക് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളാണ്. IPM, ഇന്ത്യൻ ഇൻ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മാനേജ്മെൻറ്റ് കോഴ്സസ് ആണ് നമുക്ക് പഠിക്കാവുന്നത്. ഇന്ത്യയിൽ 8 IIMകളുണ്ട്. ഇതിലേക്കൊരു അഡ്മിഷൻ നേടാനുള്ള എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി നമുക്ക് പഠിക്കാം. ഈ 5 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ 3 വർഷത്തെ കോഴ്സ് എടുത്ത് ഡിഗ്രി കോഴ്സായിട്ട് നമുക്ക് വേണമെങ്കിൽ ക്വിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ജോബിന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. 5 വർഷത്തെ കോഴ്സാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് കോഴ്സായിട്ട് പോസ്റ്റ് PG വരെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. +2 കഴിയുന്ന ഒരു വിദ്യാർത്ഥികൾക്ക് നമ്മുടെ കോഴിക്കോട്, കേരളത്തിലുള്ള IIMൻ്റെ ക്യാമ്പസ് ഉൾപ്പെടെയുള്ള 8 ക്യാമ്പസുകൾ, ഷില്ലോങ്, കോഴിക്കോട്, അഹമ്മദാബാദ്, റോത്തക്, കാശിപ്പൂർ, ബോംബെ, റാഞ്ചി ആൻഡ് ജമ്മു, ഇങ്ങനെയുള്ള 8 IIMകളിൽ നമുക്ക് അഡ്മിഷൻ നേടാനും പഠിക്കാനും ഒക്കെ സാധിക്കും. നെക്സ്റ്റ് ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് CUET എൻട്രൻസ് എക്സാമിനേഷൻ, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷൻ. ഇന്ത്യ മുഴുവനുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ, നമ്മുടെ കേരളത്തിലുള്ള കാസർഗോഡുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള ഇന്ത്യ മുഴുവനുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാനുള്ള, ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ നേടാനുള്ള എൻട്രൻസ് എക്സാമിനേഷനാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷൻ. ഈ എക്സാമിനേഷൻ ത്രൂ ആണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ ലഭിക്കുന്നത്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ വിവിധ പ്രോഗ്രാം 13 കോഴ്സുകളാണ് ആ ഒറ്റ യൂണിവേഴ്സിറ്റിയിൽ നമുക്കുള്ളത്. അഗ്രികൾച്ചർ കോഴ്സ്, ഫിഷറീസ്, ഫോറസ്ട്രി, ഇങ്ങനെ പോകുന്ന 13ഓളം കോഴ്സുകൾ. ഇതിലെല്ലാം അഡ്മിഷൻ നേടാനായിട്ട് +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നാം ഏതൊക്കെ സബ്ജക്റ്റിലാണോ ഡിഗ്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അഗ്രികൾച്ചർ കോഴ്സിലാണോ, ഇംഗ്ലീഷിലാണോ, ഫിസിക്സിലാണോ, കെമിസ്ട്രിയിലാണോ, ഹ്യൂമാനിറ്റീസിലാണോ, ഏതിലാണോ നമുക്ക് ആ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഒരു അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലെ തന്നെ ടോപ്പ് മോസ്റ്റ് ഡിഗ്രി ക്യാമ്പസുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റാണ് ഒരു വിദ്യാർത്ഥി എഴുതേണ്ടത്. നെക്സ്റ്റ് വൺ ഈസ് NID, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. ഒരു ഡിസൈനിങ് കോഴ്സിനോ ഫിലിം മേക്കിംഗ് കോഴ്സുകൾക്കോ ഒക്കെ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം പഠിക്കേണ്ട ഏറ്റവും മികച്ചൊരു ക്യാമ്പസാണ് NID. ഈ ക്യാമ്പസിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള എൻട്രൻസ് എക്സാമിനേഷനും അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറും ഒക്കെ മനസ്സിലാക്കാനായി admissions.nid.edu ഈ വെബ്സൈറ്റിലൂടെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കി നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. നമുക്കിഷ്ടമുള്ള ഒരു കോഴ്സാണ് ഈ ക്യാമ്പസുകളിൽ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അഡ്മിഷൻ വേണ്ടി പോകാനും, നല്ല ഒരു മികച്ച ടോപ്പ് മോസ്റ്റ് ക്യാമ്പസിലൂടെ പ്ലേസ്മെൻറ്റ് കിട്ടുന്ന, റിസൾട്ട് കിട്ടുന്ന ക്യാമ്പസിലൂടെ പഠിച്ച് നമ്മുടെ ജോബിനെ ഏറ്റവും മികച്ചൊരു പൊസിഷനിൽ എത്തിക്കാനും സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് NLU,
നാഷണൽ ലോ യൂണിവേഴ്സിറ്റി. ഈ ലോ യൂണിവേഴ്സിറ്റിയിൽ ഒരു അഡ്മിഷൻ ലഭിക്കാനും നമുക്ക് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം. നമുക്കറിയാം, ഒരു LLB കോഴ്സ് പോലുള്ള കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ക്ലാറ്റ് എക്സാമിനേഷൻ എഴുതുന്നത് പോലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ ഒരു അഡ്മിഷൻ ലഭിക്കാനും നമ്മൾ എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, NIFT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജികളുടെ ക്യാമ്പസ്. ഏറ്റവും മികച്ച ക്യാമ്പസുകളാണ്. ഒരു വിദ്യാർത്ഥിയുടെ ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സുകൾ താല്പര്യമുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠിക്കേണ്ട ഏറ്റവും മികച്ച ക്യാമ്പസുകളാണ് NIFTs എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ 6 NIFTs ഉണ്ട്. ഗുജറാത്തിൽ, ചെന്നൈയിൽ, കൊൽക്കട്ടയിൽ, ഹൈദരാബാദ്, ബോംബെ, ബാംഗ്ലൂർ. ഈ 6 NIFTസിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അതിനുള്ള എൻട്രൻസ് പരീക്ഷകളെക്കുറിച്ചും അഡ്മിഷൻ പ്രൊസീജിയറിനെ മനസ്സിലാക്കാം. നമുക്ക് തീർച്ചയായും ഒരു ഫാഷൻ ഡിസൈനിങ്, ഫാഷൻ ഫീൽഡിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ക്യാമ്പസാണ്, അപ്ലൈ ചെയ്യേണ്ട ക്യാമ്പസാണ് NIFTs. നെക്സ്റ്റ് നാം മനസ്സിലാക്കേണ്ട, ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു എൻട്രൻസ് എക്സാമിനേഷനാണ് IIT എൻട്രൻസ് എക്സാമിനേഷൻ. 2023 IIT മദ്രാസ് അനൗൺസ് ചെയ്ത് പുതിയൊരു കോഴ്സുണ്ട്, മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് അലൈഡ് കോഴ്സ്. ഈ കോഴ്സിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാൻ നാം എഴുതേണ്ട എക്സാമിനേഷനാണ് IIT. ഈ IITയുടെ ഫുൾ ഫോം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ്. ഈ എക്സാമിനേഷൻ ത്രൂ തന്നെയാണ് ഐസറുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. ഇനി ഇതിനോടൊപ്പം ഈ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ തന്നെയാണ്, അതിൻ്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഏറ്റവും സയൻസ് റിസർച്ച് ബെസ്റ്റ് ക്യാമ്പസായ ബാംഗ്ലൂർ, ISC ബാംഗ്ലൂരിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ ISCയിൽ അഡ്മിഷൻ കിട്ടാൻ, ഐസറുകളിൽ അഡ്മിഷൻ ലഭിക്കാൻ, അതിനോടൊപ്പം IIT മദ്രാസിലുള്ള മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് അലൈഡ് കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിക്കാൻ ഒക്കെ നാം IIT എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്യാമ്പസ് ഈസ് IHM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന 23 ക്യാമ്പസുകളിലേക്കും സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരുന്ന 5 ക്യാമ്പസുകളിലേക്കും ഒരു പ്രൈവറ്റ് ക്യാമ്പസിലേക്കും അഡ്മിഷൻ ലഭിക്കാനായിട്ട് ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ, NTA നടത്തുന്ന ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ. ആ എക്സാമിനേഷന്റെ പേരാണ് നാഷണൽ കൗൺസിൽ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കേറ്ററിംഗ് ടെക്നോളജി. ടൂറിസം മേഖലയിലുള്ള അനന്തമായ സാധ്യതകളെ കുറിച്ചാണ് പഠിക്കുന്നത്. വലിയ വലിയ 7 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകളുടെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റംസ് പഠിക്കുന്നത് ഈ കോഴ്സുകളിലൂടെയാണ്. അപ്പോൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടെ ഒരു വിദ്യാർത്ഥിയുടെ മുമ്പിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി അധികം സാധ്യതകളാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കരിയർ, നമുക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ്, നമ്മുടെ സ്കില്ലിനനുസരിച്ചുള്ള ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാൻ ഇതുപോലുള്ള വിവിധ മേഖലകൾ മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്ക് സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് HSW, IIT മദ്രാസിൻ്റെ ക്യാമ്പസിലുള്ള ഒരു 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ്. ഇപ്പോൾ ഈ ഇൻ്റഗ്രേറ്റഡ് സോഷ്യൽ സയൻസ് കോഴ്സിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ നമ്മൾ എഴുതേണ്ട എൻട്രൻസ് എക്സാമിനേഷൻ ഗേറ്റ് എൻട്രൻസ് എക്സാമിനേഷനാണ്. ഈ എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് IIT മദ്രാസിൻ്റെ ക്യാമ്പസിലുള്ള ഹ്യൂമാനിറ്റി ആൻഡ് സോഷ്യൽ സയൻസ് ഇൻ്റഗ്രേറ്റഡ് കോഴ്സിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും ഒക്കെ മനസ്സിലാക്കി നമുക്ക് +2 കഴിയുന്ന ഒരു വിദ്യാർത്ഥിക്ക് അപ്ലൈ ചെയ്യാം, IITയുടെ ക്യാമ്പസുകളിൽ പഠിക്കാം. ഈ ഒരു 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സിവിൽ സർവീസ് എക്സാമിനേഷൻ ത്രൂ ഹ്യൂമാനിറ്റീസ് ഓപ്ഷൻസ് എടുത്ത് പോകുവാനൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച ഒരു കോഴ്സാണ് IITയുടെ മദ്രാസ് ക്യാമ്പസിലൂടെ ഒരു വിദ്യാർത്ഥിയുടെ മുമ്പിലേക്ക് തുറക്കപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കോഴ്സുകളും ക്യാമ്പസുകളും സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് വണ്ണാണ് ഒരു +2 കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് എഴുതാനുള്ള UPSC എൻട്രൻസ് എക്സാമിനേഷൻ. UPSC നടത്തുന്ന വിവിധ പരീക്ഷകളുണ്ട്. അതിലൊന്നാണ് NDA എക്സാമിനേഷൻ, നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ എൻട്രൻസ് എക്സാമിനേഷൻ. ഈ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ NDAയുടെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ അതിലൂടെയാണ് ആർമി, നേവി, എയർഫോഴ്സ് ഈ സെക്ടറിലെ ഓഫീസർ റാങ്കിലേക്കുള്ള അഡ്മിഷൻ ലഭിക്കുന്നത്. ഇതിൽ തന്നെ എയർഫോഴ്സിൻ്റെ ഒരു സെക്ടറിലേക്ക് ഒരു അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏവിയേഷൻ കോഴ്സിലേക്ക്, ഒരു പൈലറ്റ് ആകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിക്ക് സൗജന്യമായിട്ട് ഒരു പൈലറ്റായി മാറാൻ പറ്റുന്ന ഒരു സാധ്യതയാണ് ഈ NDAയിലെ എയർഫോഴ്സസ് വിങ്ങിലൂടെ ഒരു വിദ്യാർത്ഥിക്ക് തുറക്കപ്പെടുന്നത്. അപ്പോൾ UPSC നടത്തുന്ന വിവിധ പരീക്ഷകളിൽ ഏറ്റവും മികച്ച ഒരു എക്സാമിനേഷനാണ് 17ാമത്തെ വയസ്സിൽ +2 പഠിക്കുന്ന സമയത്ത് എഴുതേണ്ട NDA എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ ഒരു വിദ്യാർത്ഥി +2 കഴിയുന്ന ഒരു വിദ്യാർത്ഥിക്ക് അറ്റൻഡ് ചെയ്യാവുന്ന ഏറ്റവും മികച്ച ഒരു ഡിസൈനിങ് കോഴ്സ് താല്പര്യമുള്ള വിദ്യാർത്ഥിയുടെ മുമ്പിലേക്ക് തുറക്കപ്പെടുന്ന മറ്റൊരു കോഴ്സാണ് BArch എന്ന് പറയുന്ന കോഴ്സ്, ആർക്കിടെക്ചർ കോഴ്സ്. വിവിധ IITകളിൽ, NITകളിൽ, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നമുക്ക് ഈ ആർക്കിടെക്റ്റ് കോഴ്സ് പഠിക്കാം.
BArc കോഴ്സ് പഠിക്കാം. അത് രണ്ട് രീതിയിലാണ്. JEE മെയിൻസ് എക്സാമിനേഷൻ വഴിയുള്ള BArcൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ ത്രൂ, നാറ്റ എൻട്രൻസ് എക്സാമിനേഷൻ ത്രൂ ഒക്കെ നമുക്ക് ഈ ആർക്കിടെക്റ്റ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടാം. ഇനി മെഡിക്കൽ സെക്ടറിലുള്ള സാധ്യതകൾ ഉണ്ട് ധാരാളം. അതുപോലെ എഞ്ചിനീയറിംഗ് സെക്ടറിലുണ്ട് വിവിധ സാധ്യതകൾ, വിവിധ ക്യാമ്പസുകൾ, നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെയുള്ള വിവിധ ക്യാമ്പസുകൾ. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു +2 കഴിയുന്ന ഒരു വിദ്യാർത്ഥിയുടെ മുമ്പിലേക്ക് തുറക്കപ്പെടുന്ന എൻട്രൻസ് പരീക്ഷകൾ, വിവിധ ക്യാമ്പസുകൾ, വിവിധ യൂണിവേഴ്സിറ്റികൾ, ഇതൊക്കെ നാം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കണം. ആൽഫ അക്കാഡമിയുടെ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ 11th 12th പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കാത്തിരിക്കുന്നത് ഇതുപോലുള്ള സാധ്യതകളാണ്. ഒരു മെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ മുമ്പിലേക്ക് തുറക്കപ്പെടുന്ന എല്ലാ സാധ്യതകളും മനസ്സിലാക്കണം. നമുക്ക് ഏത് കോഴ്സിനാണ്, ഏത് ജോബിനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതെന്നല്ല നമ്മൾ അന്വേഷിക്കേണ്ടത്. നമ്മുടെ സ്കിൽ എന്താണ്, എൻ്റെ സ്കില്ലിനനുസരിച്ചുള്ള ഒരു കോഴ്സ് ഏത് ക്യാമ്പസിൽ കിട്ടും, അങ്ങനെയുള്ള ക്യാമ്പസുകളിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ക്യാമ്പസ് ഏതാണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു ജോബും നമ്മളൊരു കരിയറും ഒക്കെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ഇതേപോലെ ഒരു +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആകുന്ന +2വിൻ്റെ സമയത്ത് അവരുടെ മുമ്പിലേക്ക് വരുന്ന കരിയർ ഓപ്ഷൻസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഏറ്റവും മികച്ച രീതിയിൽ അവരേക്ക് എത്തിക്കാനായിട്ട് ഏറ്റവും കൃത്യമായി വിദ്യാർത്ഥികളോടൊപ്പം കൂടെ നിൽക്കുന്ന ക്യാമ്പസാണ് ആൽഫ അക്കാഡമിയുടെ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ. 3 ഏക്കറുള്ളൊരു ഹൈടെക് ക്യാമ്പസാണ്. 11th 200 സ്റ്റുഡൻസ് ആണ് അവിടെ പഠിക്കുന്നത്, 12th 200, അങ്ങനെ 400 സ്റ്റുഡൻസിൻ്റെ റെസിഡൻഷ്യൽ ക്യാമ്പസ്, ടീച്ചേഴ്സിനോടൊപ്പം താമസിച്ച് പഠിക്കുന്ന ഒരു സിസ്റ്റം. 10th ക്ലാസ് കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് സ്ക്രീനിങ് ടെസ്റ്റിലൂടെ നമ്മുടെ ഈ ക്യാമ്പസിൽ അഡ്മിഷൻ നേടാം. 11th 12th പഠിക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ളൊരു പഠനം, കെയറിങ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതിനുള്ള യോഗ, മെഡിറ്റേഷൻ ക്ലാസ്സുകൾ, സ്പോർട്സ്, ഇതിനോടൊപ്പം നമ്മുടെ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യാൻ, നമ്മുടെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റികളെ മനസ്സിലാക്കാൻ ഈ ക്യാമ്പസിലൂടെ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നു. ഇതിനോടൊപ്പം വിവിധ എൻട്രൻസ് പരീക്ഷകൾക്കുള്ള ട്രെയിനിങ്ങും ഈ കോഴ്സിനോടൊപ്പം, ഈ സ്കൂളിങ്ങിനോടൊപ്പം വിദ്യാർത്ഥികൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ +2 ബോർഡ് എക്സാം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാ സാധ്യതകളും മനസ്സിലാക്കി നമ്മുടെ സ്കില്ലിനനുസരിച്ചുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കും. +2 കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ എഞ്ചിനീയറിംഗ് റിപ്പീറ്റർ ബാച്ചിലോ ലോങ് ടൈം കോച്ചിങ്ങിലോ പഠിക്കാനും, 10th ക്ലാസ് കഴിയുന്ന വിദ്യാർത്ഥികൾ 11th 12th ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് സിസ്റ്റത്തിൽ പഠിക്കാനും, ഇതുപോലുള്ള വിവിധ കോഴ്സുകളെക്കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളെ സഹായിക്കാനും നിങ്ങളെ വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്താനും ആൽഫ അക്കാഡമിയും ആൽഫയിൽ എക്സ്പേർട്ട് ടീമും നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും. എല്ലാവർക്കും നല്ല വിജയാശംസകൾ ആശംസിക്കുന്നു. അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബെസ്റ്റ് വിഷസ്.